ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കമ്പനി അക്കൗണ്ട്സിൽ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു തിയറി ക്വസ്റ്റ്യനാണ് ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നത്. ഡിഫറൻസ് എഴുതാൻ പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരേ വാക്കുകൾ തിരികെ ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ്, ക്യാപിറ്റൽ റിസർവ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് നോക്കി നോക്കാം. പ്രധാനമായിട്ടും അതിൻ്റെ ബേസിസ് ഓഫ് ഡിഫറൻസ്, മീനിങ്, റെസൊല്യൂഷൻ, എമൗണ്ട്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് യൂസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിന് വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ അങ്ങനെ പോയിന്റുകളാക്കി എഴുതുമ്പോൾ കുറച്ചും കൂടെ നല്ല എളുപ്പമുണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മൾ റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും. അതിൻ്റെ മീനിങ്ങിൽ റിസർവ് ക്യാപിറ്റൽ ഇസ് എ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ നമ്മൾ കോൾ ഫോർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊക്കെ പറഞ്ഞ് കോൾ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നമ്മൾ വിളിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി വിളിച്ച എമൗണ്ട്, വിളിക്കാത്ത എമൗണ്ടാണ് അൺകോൾഡ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. കമ്പനി ഉണ്ടാക്കുന്ന, കമ്പനിയുടെ നടത്തിപ്പിൽ എവിടെയും വെച്ചുണ്ടാക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ദെൻ റിസർവ് ക്യാപിറ്റലിന് പ്രത്യേകിച്ച് നമുക്കൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ റിസർവ് ക്യാപിറ്റലാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അതേസമയം ക്യാപിറ്റൽ റിസർവിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ഒന്നും ആവശ്യം കമ്പനിയിൽ വരുന്നില്ല. ദെൻ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിച്ച് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്, കമ്പനി റിസീവ് ചെയ്തിട്ടില്ല എമൗണ്ട്. എപ്പോഴാണോ കമ്പനിക്ക് ആവശ്യം വരുന്ന ആ സമയത്ത് മാത്രം കോൾഡ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അതുവരെ എന്ത് ചെയ്തിട്ടില്ല, അത് റിസീവ് ചെയ്തിട്ടില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ റെക്കോർഡഡ് ആണ്. അത് ഓൾറെഡി കമ്പനിയുടെ അകത്ത് നിന്നുണ്ട്, ഫണ്ട് വന്നിട്ടുണ്ട്, അത് കമ്പനിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ റിസർവ് ക്യാപിറ്റലിന് പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ സമയത്ത് കോൾഡ് അപ്പ് ചെയ്താൽ മതി. പക്ഷേ ക്യാപിറ്റൽ റിസർവ് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്, ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഭാഗത്ത് കാണിക്കേണ്ടതുണ്ട് ക്യാപിറ്റൽ റിസർവ് എമൗണ്ട്. ദെൻ റിസർവ് ക്യാപിറ്റൽ നമ്മൾ ലിക്വിഡേഷൻ സമയത്ത് അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണ് കോൾ ഫോർ ചെയ്യുക. അതായത് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത്. പരമാവധി റിസർവ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ ലാസ്റ്റ് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് കോൾ ഫോർ ചെയ്യാറ്. അതേസമയം ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ക്യാപിറ്റൽ ലോസുകൾ ഉണ്ടാകുമ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ള ഡിഫറൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റുകളാക്കി എഴുതാൻ തരത്തിൽ മാത്രമാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.